السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الله سبحانه وتعالى നാം ഈ ഒരുമിച്ച് കൂടിയത് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെയും നമ്മുടെയും എല്ലാ സന്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട സയ്യിദുകളെ, നല്ലവരാകുന്ന പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നല്ലവരായ ശ്രോതാക്കൾ, പാരമ്പര്യത്തിന്റെ കണ്ണികളാവുക, അധിനിവേശം തിരിച്ചറിയുക എന്ന വളരെയേറെ പ്രാധാന്യമേറിയ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സുന്നി ജില്ലാ സമ്മേളനം ഏപ്രിൽ 12, 13 തീയതികളിൽ മലപ്പുറം കുതുബുസ്സമാൻ നഗരിയിൽ നടക്കുകയാണ്. സമ്മേളന പ്രചരണാർത്ഥം ഇവിടെ സംഘടിപ്പിച്ച ഈ പൊതുയോഗം വളരെ നേരത്തെ തന്നെ ആരംഭിച്ച് ഇത് സമാപിക്കാൻ ഇരിക്കുന്ന ഈ വേളയിൽ അതിവിശാലമായി സംസാരിക്കുന്നതിന് പകരം വളരെ പ്രാധാന്യത്തോടെ നാമൊക്കെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധമായ ഒരു ആദർശത്തിന്റെ, വളരെ പരിശുദ്ധമായ ഒരു ആത്മീയ സംവിധാനത്തിന്റെ പ്രചാരകരും പ്രബോധകരുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ. ഈ കേരള മണ്ണിൽ ഇങ്ങനെ സംഘടിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? ഈ സംഘടിതമായ സംവിധാനത്തിലൂടെ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ ഉപകരിക്കും വിധം മനുഷ്യത്വം അംഗീകരിക്കുന്ന ഏതൊരാളും അംഗീകരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സാഹോദര്യത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കടന്നുപോയ 8 പതിറ്റാണ്ടുകൾ കൊണ്ട് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരും പരിശുദ്ധരാകുന്ന സ്വാരഠ്യങ്ങളും നിർവഹിച്ച ഒരു സംഘടിതമായ പ്രവർത്തനം ഇന്ന് 8 പതിറ്റാണ്ട് പിന്നിട്ട് ഇവിടെ നമ്മുടെ കരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്
വ്യത്യസ്തമായ രാഷ്ട്രീയ സംവിധാനങ്ങളെ സമ്മതിക്കുന്ന, വ്യത്യസ്ത ആശയ ആദർശങ്ങളെ സമ്മതിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു സമ്മേളനവും ആ സമ്മേളനത്തിന്റെ പ്രമേയമായി പാരമ്പര്യത്തിന്റെ കണ്ണികളാവുക എന്നുള്ള പരിശുദ്ധ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത്? ഈ ഒരു പ്രമേയം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ അധിനിവേശത്തെ തിരിച്ചറിയണമെന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ മതത്തിന്റെ പുറത്തുള്ള ആളുകളെ വരെ സംവദിക്കുന്ന വളരെ പരിശുദ്ധമായ ഒരു പ്രമേയം, അവരൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രമേയം. എന്തിന്? ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവരും ഇവിടെ മുസ്ലിമാകണമെന്ന് കൊതിച്ചതുകൊണ്ടല്ല. അമുസ്ലിമീങ്ങളാകുന്ന ആളുകളും ഈ പാരമ്പര്യത്തെ നാം അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഈ പ്രമേയത്തെ അംഗീകരിക്കാനും ഇതിനോട് ആദരവ് പ്രകടിപ്പിക്കുവാനും കടന്നുപോയ പൈതൃകങ്ങളൊക്കെ ഇവിടെ തിരിച്ചു വരേണ്ടതുണ്ട്. ഇവിടുന്ന് മാറ്റിമറിക്കാനും എടുത്തു കളയാനും താല്പര്യപ്പെടുന്ന പൈതൃകങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ, ഇന്ത്യയുടെ കടന്നുപോയ ഇന്നലകളിൽ ജീവിച്ചു പോയ മനുഷ്യമക്കളുടെ ഒരു സാഹോദര്യത്തിന്റെ, ഒരു സൗഹൃദത്തിന്റെ, ഒരു സമാധാനത്തിന്റെ വളരെ സന്തോഷകരമായ ഒരു പൈതൃകവും ഒരു പാരമ്പര്യവും ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വരണമെന്ന് കൊതിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവ ദർശനങ്ങൾ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ, ക്രൈസ്തവ ദർശനങ്ങൾ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യാനികൾ എന്നല്ല, ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖ് മതക്കാരും എല്ലാ ആളുകളും പ്രത്യേകമായി അവരൊക്കെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയമായ സംവിധാനം ഇവിടെയുണ്ട്. അവരൊക്കെ സമ്മതിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ സംവിധാനം ഇവിടെയുണ്ട്. പക്ഷേ അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന 2008 ഇത് സംസാരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ സംവിധാനത്തെ സമ്മതിക്കുന്ന ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അതിന്റെ പിന്നിൽ അണിനിരക്കാൻ അവരൊക്കെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിശുദ്ധമായ ഒരു പ്രഭ ഇവിടെ തുറന്നു തരുന്നതിന് മുമ്പ് തന്നെ സമസ്ത കേരള ഇസ്ലാം മത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ആത്മീയമായ സംഘടിതമായ സംവിധാനത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ എന്നാണോ ഇവിടെ സംഘടിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? 1926 എങ്കിൽ ആ കാലം മുതൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സമയത്ത് രാജ്യത്തിന് വ്യക്തമായ ഭരണകൂടവും വ്യക്തമായ ഭരണഘടനയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ കടന്നുപോയ ചരിത്രങ്ങൾ മറന്നുപോയ ആളുകൾ, അല്ലെങ്കിൽ മറക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ശ്രമിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ചിന്തിക്കേണ്ട വിഷയമാണല്ലോ ഇത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാകുന്ന ഇസ്ലാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാകുന്ന മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ആത്മീയ സംവിധാനത്തെ അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന അംബിയായിലൂടെ, സ്വഹാബത്തിലൂടെ, താബികളിലൂടെ, കടന്നുപോയ മദ്ഹബിന്റെ പണ്ഡിതന്മാരിലൂടെ, സലഫ് സ്വാലിഹീങ്ങളുടെ നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വന്നത് ഏതു വിധത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ പല ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മതം എങ്ങനെ കടന്നു വന്നു? ഈ മതത്തിന്റെ താല്പര്യമെന്ത്? ഈ മതം സംവിധാനിച്ചത് അല്ലാഹു ആണെങ്കിൽ ആ അല്ലാഹുവിന് പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട്. ആ പ്രത്യേകമായ താല്പര്യങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മനുഷ്യ വിഭാഗത്തെ അറിയിച്ചു കൊടുക്കാനുള്ള സംവിധാനവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, ഈ പരിശുദ്ധമായ പാരമ്പര്യ ആത്മീയ സംവിധാനത്തെ മറന്നുപോയ ആളുകൾ ഒരു പുതിയ വിഷയത്തിലൂടെയാണ് പിന്നെ ഇസ്ലാമിനെ നയിക്കുന്നത്. ഒരു പുതിയ ചിന്താധാരയിലൂടെയാണ് അവർ ഇസ്ലാമിനെ ധരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ലോകതലത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഒട്ടനേകം സംഘങ്ങളും സംഘടനകളും വിഭാഗങ്ങളുമായി അറിയപ്പെടുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ പത്രങ്ങൾ തുറന്നു നോക്കുമ്പോ, ചാനലുകൾ നിങ്ങൾ മറിച്ചു നോക്കുമ്പോ ഇവിടെ കേൾക്കപ്പെടുന്നതും കാണപ്പെടുന്നതും മുഴുവനും ഇസ്ലാമാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇസ്ലാം ഒന്ന് മാത്രമാണ് ഉള്ളത്. ആ മുസ്ലിമീങ്ങളെ പ്രമേയം ഏതാണ്? റദീനാ ബില്ലാഹി റബ്ബ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ശരിയായി സമ്മതിക്കേണ്ട വിധത്തിൽ എങ്ങനെയാണോ റബ്ബിനെ സമ്മതിക്കേണ്ടത് ആ വിധത്തിൽ സമ്മതിക്കാൻ കഴിയുന്ന ഒരു ഇസ്ലാമാണ് ഇവിടെയുള്ളത്. വബിൽ
ഇസ്ലാമി ദീന, ആരെങ്കിലും പഠിപ്പിച്ച ഒരു ഇസ്ലാമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിനെ സമ്മതിക്കാൻ കഴിയണം, അപ്പോഴേ മുസ്ലിമാകൂ. വബി മുഹമ്മദിൻ നബിയ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും എന്നല്ല സർവ്വ ചരാചരങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേതാവുണ്ടല്ലോ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അവരെ സമ്മതിക്കേണ്ടതുപോലെ സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ, അപ്പോഴേ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റൂ. ഒരു പക്ഷേ ഇന്ന് ലോകതലത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം ഉസാമ ബിൻ ലാദൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, മുല്ല ഉമർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഹർക്കത്തുൽ മുജാഹിദീൻ നിങ്ങൾ കേട്ടതായിരിക്കും, അൽ ഖാഇദയും താലിബാൻ സേനയും നിങ്ങൾ കേട്ടതായിരിക്കും. ലോകതലത്തിൽ ഇവരൊക്കെ ഈ സമൂഹത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തിന് മുമ്പിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സന്ദേശം, അത് ഇസ്ലാമിന്റെ സന്ദേശമാണ് എന്ന് പറയാൻ പറ്റുമോ? അമേരിക്കയോട് നമുക്കൊക്കെ വിരോധമുണ്ട്, വെറുപ്പുണ്ട്, സത്യമാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ഇന്നും മനുഷ്യ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാട്ടാള വർഗത്തിന്റെ ഭീകരതയല്ലേ. ഈ മനുഷ്യത്വമില്ലാത്ത വിഭാഗത്തോട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും അമേരിക്കയോട് വിരോധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലെയിന് തട്ടിക്കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അതിവിശാലമായ വലിയ ഒരു കെട്ടിടം, ആ കെട്ടിടത്തെ കൊണ്ടുപോയി തകർത്തിട്ട് അതിൽ നിന്ന് 10,000-കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കുക. ഉസാമ ബിൻ ലാദനെ പോലത്തെ താടി വെച്ച തലപ്പാവ് വെച്ച ഒരു വ്യക്തി നേതൃത്വം നൽകുമ്പോ ഇതാണ് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് ആരെങ്കിലും ധരിക്കാൻ പറ്റുമോ? ഇതാണ് പരിശുദ്ധരാകുന്ന മുസ്ലിമീങ്ങളുടെ സ്വഭാവം എന്ന് ധരിക്കാൻ പറ്റുമോ? എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധ മതത്തിന്റെ പുറത്തുള്ള ആളുകൾ, ഇസ്ലാമിനെ മതമായി സമ്മതിക്കാത്ത ആളുകളുണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കൊക്കെ സഹോദരത്തോടെ സൗഹൃദത്തോടെ കൈപിടിച്ച് കൈകോർത്ത് പിടിച്ച് നിൽക്കാനുള്ള ഒരു പ്രത്യേകമായ അന്തരീക്ഷം ഇവിടെയുണ്ട്. ഇവിടെ സഹോദരത്തോടെ നാം ഒന്ന് പഠിക്കണം. ഹിന്ദു മതത്തെ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കാറില്ല, ക്രിസ്തു മതത്തെ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കാറില്ല. ശരിയായ മതത്തിന്റെ അനുയായികളായി കടന്നു വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരിക്കലും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിക്കാറില്ല. എന്തുകൊണ്ട്? മതങ്ങളെ കുറിച്ച് പഠിച്ചതിന്റെ പേരില്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ലോകതലത്തിൽ ഭീകര സംഘടനയായി തീവ്രവാദ സംഘമായി മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഉസാമയെ പോലത്തെ ആളുകളാണെങ്കിൽ, താലിബാൻ സേനയെ പോലത്തെ ആളുകളാണെങ്കിൽ, എനിക്കൊരു 10 കോടി രൂപ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട് ഞാൻ ഒരു ഒളി സങ്കേതത്തിൽ താമസിപ്പിച്ചുകൊണ്ട് സ്വകാര്യമായി മെസ്സേജ് കൈമാറുക, നിങ്ങളെ പ്രിയപ്പെട്ട പിതാവിന് മോചനം വേണോ എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു 10 ലക്ഷം രൂപ 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചു തരണം, അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് എത്തിച്ചു തരണം, തരുന്നില്ല എങ്കിൽ പിതാവിന്റെ ശിരസ് അറുക്കുമെന്ന് പറഞ്ഞിട്ട് താലിബാൻ സേന ഇവിടെ സ്വാർത്ഥംപരികളായി ജീവിക്കുമ്പോ അതാണ് ഇസ്ലാമി എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? അവരാണ് അല്ലാഹുവിന്റെ ദീനെ കുറിച്ച് പഠിക്കേണ്ടത്. മഹാനാകുന്ന അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താനാണ്. സുൽത്താനുൽ ഹിന്ദ് എന്ന ആ നേതാവിന്റെ പേര്. ശരിയായ ഇസ്ലാമിന്റെ ആളുകൾക്ക് അജ്മീർ ഖാജയെ സമ്മതിക്കാൻ പ്രയാസമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് സമ്മതിച്ച നേതാവ് എന്ന് മാത്രമല്ല, ആ ദീനെ ഒരു മാറ്റത്തിനും വിധേയമാക്കാതെ ശരിയായ രൂപത്തിൽ ഈ പിൻതലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നേതാവാണല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വരെ മഹാനാകുന്ന അജ്മീർ ഖാജ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഒരു വിശാലമായ പ്രബോധന കാലഘട്ടത്തിൽ മഹാനാകുന്ന അജ്മീർ ഖാജയുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഇത്രയും ആളുകൾ ആകർഷിച്ചത് എന്ന് നിങ്ങൾ പഠിക്കണം. ഉസാമയെ പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണോ? ഭീകര സംഘടന രൂപീകരിച്ചത് കൊണ്ടാണോ? ഇന്നും മഹാനാകുന്ന അജ്മീർ ഖാജയുടെ ദർബാറിലേക്ക് ചെന്നാൽ അജ്മീർ ഖാജ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധമായ മക്ബറയിലേക്ക് കടന്നു ചെന്നാൽ അവിടെ മുസ്ലിമിനെ മാത്രമല്ല കാണുന്നത്, ഹിന്ദുവിനെ മാത്രമല്ല കാണുന്നത്, മതമുള്ളവരെയും മതമില്ലാത്തവരെയും എല്ലാവരെയും അവിടെ കാണുന്നുണ്ടല്ലോ. അവരെ ഭൗതിക ആത്മീയ വിഷയങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നേതാവിനെ എങ്ങനെയാണോ അനുയായികൾ സംവദിക്കേണ്ടത് അതേ രൂപത്തില് ഈ രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താനാണ് അദ്ദേഹം എന്ന് സമ്മതിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുന്നുണ്ടല്ലോ. ജീവിതകാലത്ത് ചെയ്തു വെച്ച സുഹൃത്തുക്കളാണ് ഇപ്പോഴും മഹാനാകുന്ന ഖാജയിലൂടെ അന്യമതക്കാര് വരെ സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഖാജ നിർവഹിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടി പറയട്ടെ. പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയ സംവിധാനങ്ങളെ
അത് ജാടകളുള്ള സംവിധാനമല്ല, അത് ജാടകളുള്ള സ്വാർത്ഥതയുള്ള സംവിധാനമല്ല, മറിച്ച് ഒരു ആത്മീയതയിൽ അധിഷ്ഠിതമായ ജനങ്ങൾക്ക് സന്തോഷം മാത്രം കൈമാറിക്കൊടുക്കുന്ന പരിശുദ്ധമായ മതത്തിന്റെ സാന്ത്വനത്തിന്റെ കൈനീട്ടം മാത്രം അനുഭവിക്കാൻ കഴിയുന്ന പരിശുദ്ധമായ ഒരു വഴിയിലൂടെ ഹാജ സഞ്ചരിക്കുമ്പോ ആളുകൾ ഈ മതത്തിലേക്ക് ആകർഷിക്കുന്നു എല്ലാം ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന പരസ്പരം വരുന്ന മുസ്ലിമീങ്ങളെ കാണുമ്പോ അമുസ്ലിമീങ്ങളാകുന്ന ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയല്ലോ, ഈ മതത്തിന്റെ പ്രവർത്തനം ഇവിടെ തടഞ്ഞു വെക്കേണ്ടതുണ്ട്, ഇസ്ലാമിക പ്രവർത്തനം ഈ മണ്ണിൽ ഈ നടത്താൻ പറ്റില്ല എന്നുള്ള ശാഠ്യതയുള്ള ചില ആളുകളെ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത്, രാജസ്ഥാനിന്റെ മണ്ണിൽ നിന്ന് അജ്മീറിന്റെ താഴ്വരയിൽ നിന്ന് മഹാനാകുന്ന ഖാജാ മൊയ്‌ദീൻ ചിശ്തി തങ്ങളോട്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം വരെ ഞങ്ങൾ കുടിക്കാൻ ഇനി തരില്ല. മുസ്ലിമീങ്ങളാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അജ്മീറിന്റെ താഴ്വരയിൽ ജീവിക്കുന്ന മുസ്ലിമും അമുസ്ലിമും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ആ തടാകത്തിൽ നിന്ന് ഇനി നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല. ആരോടാണ് പറയുന്നത്? മുസ്ലിം നായകനോടാണ് പറയുന്നത്, അജ്മീർ ഖാജയോടാണ് പറയുന്നത്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. ഞങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളം പിടിച്ചടക്കുമെന്ന് പറയാൻ ഈ മതത്തിന്റെ ആളുകൾക്ക് മതം സമ്മതം നൽകിയിട്ടുണ്ടോ? ഇവിടെയാണ് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടത്. തീവ്രവാദ സംഘത്തിന്റെ അകപ്പെട്ടു പോകുമ്പോ, തീവ്രവാദ സംഘത്തിന്റെ ഇന്തിഫാദ പ്രഭാഷണം കേൾക്കുമ്പോ ചിട്ടയാർന്ന ചില പ്രവർത്തനങ്ങളിലൂടെ പാവപ്പെട്ട ചെറുപ്പക്കാരെ പലരും ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരു പക്ഷെ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന നല്ല മതബോധമുള്ള ആളുകൾക്കും മതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോ മഹാനാകുന്ന അജ്മീർ ഖാജയുടെ പ്രവർത്തനം നമ്മൾ പഠിക്കട്ടെ. നിങ്ങൾക്ക് വെള്ളം തരില്ല എന്നാണ് പറയുന്നത്, കുടിക്കാൻ വരെ വെള്ളം തരില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ പോലെ ഓരോ ആളുകൾക്കും കൊച്ചു കൊച്ചു ഭൂമി, ആ ഓരോ ഭൂമിയിലും കൊച്ചു വീടുകള്, അതിൽ ഓരോ കൊച്ചു കിണറുകൾ, എന്നിട്ട് സ്വന്തമായി എന്റെ കാര്യങ്ങൾ ഉപയോഗിച്ച് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ സംവിധാനത്തിന്റെ കുടക്കീഴിൽ താമസിക്കുന്ന ഒരു കാലമല്ലല്ലോ അത്. അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഉപയോഗിക്കുന്ന ആ തടാകത്തിന്റെ മുന്നിലേക്ക് വെള്ളത്തിന് വേണ്ടി കടന്നു വരാൻ പറ്റില്ല എന്നുള്ള ഒരു താക്കീതിന്റെ നിർദ്ദേശം അമുസ്ലിമീങ്ങളിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭിക്കുമ്പോ മഹാനാകുന്ന ഖാജയെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ അവര് വേദനിക്കുന്നില്ല, അവർ അതിന്റെ പേരിൽ ദേഷ്യം വെക്കുന്നില്ല, അവർ വികാരത്തോടെ എടുത്തു ചാടുന്നില്ല. കാരണം ഇവരുടെ വിശ്വാസം എന്താണ്? മുസൽമാന്റെ വിശ്വാസമാണ് പഠിക്കേണ്ടത്. അള്ളാഹുനെയാണ് റബ്ബായി സമ്മതിച്ചത്. വൃത്തിരാജൻ എന്ന് പറയുന്ന ഒരു വലിയ നാട്ടുരാജാവ്, അല്ലെങ്കിൽ നാട്ടിലെ വലിയ പ്രമാണിമാര്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരികള്, അല്ലെങ്കിൽ ഇവിടുത്തെ ധനികർ, ഇവരെ കയ്യിലാണോ പരിശുദ്ധമായ ലോകം? ഇതല്ലേ നാം പഠിക്കേണ്ടത്? അള്ളാഹുവിനെ റബ്ബായി സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ? ഇസ്ലാമിനെ സമ്മതിക്കുന്ന, മുഹമ്മദ് നബിയെ സമ്മതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് പറഞ്ഞിട്ട് അതിശക്തമായ ബഹിഷ്കരണം ഏർപ്പെടുത്തിയാലും അതിനേക്കാൾ വലിയ സൗകര്യം നൽകാൻ കഴിവുള്ള ഒരു മതത്തിന്റെ നേതാവ്, ഒരു മതത്തിന്റെ രക്ഷിതാവ്, ഒരു മതത്തിന്റെ എല്ലാമാകുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബുൽ ഇസ്സത്തിനെ സമ്മതിക്കുന്ന ഖാജയുടെ പ്രിയപ്പെട്ട അനുയായികൾ വികാരം കൊള്ളുന്നില്ല. നിങ്ങളല്ലല്ലോ വെള്ളം തരുന്നവർ എന്ന് മനസ്സുകൊണ്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എല്ലാം ഇവിടെ പടച്ചിട്ടുള്ളത്, അവനാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവന്, അവന്റെ തീരുമാനമല്ലാതെ ഇവിടെ നടക്കുകയില്ലല്ലോ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മഹാനാകുന്ന ഖാജയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട ഗുരുവര്യരെ, പ്രിയപ്പെട്ട നേതാവേ, മുസ്ലിമീങ്ങൾക്ക് ഇവിടെ വെള്ളം തരില്ല എന്ന് അമുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കടന്നുപോയ കഥയാണിത്. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രിയപ്പെട്ട ശിഷ്യന്മാർ ചോദിക്കുമ്പോ അതിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ പോയി ഒരു പാത്രം വെള്ളം അന്നാസാഗർ തടാകത്തിൽ നിന്ന് കൊണ്ടുവാ. ശ്രദ്ധിക്കണം, നിങ്ങൾ പോയിട്ട് അന്നാസാഗർ തടാകത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തു കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതേ, പ്രിയപ്പെട്ട നേതാവിന്റെ നിർദ്ദേശം ലഭിച്ചപ്പോ, ആത്മീയ ഗുരുവിന്റെ സന്ദേശം ലഭിച്ചപ്പോ, ഈ മതത്തിന്റെ നായകന്റെ നിർദ്ദേശം ലഭിച്ചപ്പോ ഒരു പാത്രം എടുത്ത് വെള്ളത്തിന് വേണ്ടി നടന്നു പോകുന്നു പ്രിയപ്പെട്ട മുസ്ലിം. ആ പ്രിയപ്പെട്ട മുസ്ലിമാകുന്ന ശിഷ്യൻ വെള്ളത്തിന് വേണ്ടി നടന്നു പോകുമ്പോ അന്നാസാഗർ എന്ന് പറയുന്ന അതിവിശാലമായ തടാകത്തിന്റെ മുന്നിൽ ആയുധമേന്തിയ പട്ടാളക്കാര് കാവൽ നിൽക്കുന്നു. അമുസ്ലിമീങ്ങൾ ആയുധമേന്തി കാവൽ നിൽക്കുന്നു. മുസൽമാനാണോ ഒരു തുള്ളി വെള്ളം എടുക്കാൻ പാടില്ല എന്നുള്ള വാശിയോടെ ഇവിടെ എന്ത് ചെയ്യണം? വെള്ളം തരാത്തതിന്റെ പേരിൽ, തടഞ്ഞു വെക്കുന്നതിന്റെ പേരിൽ ഉടനെ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്?
ഉടനെ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്? ഇവിടെ ഞങ്ങളെ പടച്ചത് റബ്ബാ. ഞങ്ങൾ ജീവിക്കണോ ഞങ്ങൾ വെള്ളം കുടിക്കണോ തീരുമാനിക്കേണ്ടത് റബ്ബാ. നമ്മുടെ തീരുമാനമല്ലല്ലോ ലോകത്ത് നടക്കുന്നത്. നമ്മുടെ തീരുമാനം ഒരിക്കലും ഇവിടെ നടക്കുകയില്ല. അല്ലാഹുവിന്റെ തീരുമാനമല്ലേ നടക്കുന്നത്. ഒരു പഞ്ചസാര ഉപയോഗിച്ച് ചായ കുടിക്കാൻ വരെ സാമ്പത്തികമായ കഴിവില്ലാത്ത പിതാക്കൾ കടന്നുപോയിട്ടില്ലേ? നമ്മുടെയൊക്കെ പിതാക്കൾ തന്നെ കടന്നുപോയത്. ഒരു പഞ്ചസാര പോലും ഈ ചായയിൽ ഉപയോഗിക്കാനുള്ള സാമ്പത്തികമായ സൗകര്യമില്ലാതെ. ഇന്നാണെങ്കിലോ എത്രയോ പഞ്ചസാര വാങ്ങാൻ കഴിവുള്ള ആളുകള് സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ മേശപ്പുറത്തേക്ക് കടന്നു തരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോ വീട്ടിന്റെ ഉള്ളിലുമുള്ള ഒരു പ്രത്യേകമായ കാലം. പക്ഷെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ആളുകളെ പരിശോധിക്കുമ്പോൾ അവർക്കിന്ന് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? പഞ്ചസാര വാങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം അങ്ങനെയാണ്. അവന്റെ തീരുമാനമല്ലേ ഇവിടെ പഠിക്കേണ്ടത്, ആ തീരുമാനമല്ലേ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കടന്നുപോയ മുസ്ലിമീങ്ങള്, പരിശുദ്ധരാകുന്ന നേതാക്കള് അവന്റെ തീരുമാനം മാത്രമേ നടക്കൂ എന്ന നിശ്ചയദാർഢ്യത്തോടെ അന്നാസാഗര തടാകത്തിന്റെ മുമ്പിലേക്ക് വെള്ളത്തിന് വേണ്ടി ചെല്ലുമ്പോ ആയുധമേന്തിയ പട്ടാളക്കാരെ കാണുന്നു. ഇനി എന്തു ചെയ്യണം എന്ന് പോലും ആലോചിക്കാതെ എന്റെ പ്രിയപ്പെട്ട നേതാവ് ഏൽപ്പിച്ചതെന്താ, ഗുരുവര്യർ ഏൽപ്പിച്ചതെന്താ, ഈ പരിശുദ്ധ മതത്തിന്റെ പണ്ഡിതൻ എന്നെ ഏൽപ്പിച്ചതെന്താ? വെള്ളമെടുക്കാനല്ലേ. ഞാൻ പോയി വെള്ളമെടുക്കട്ടെ. അവരെ തടയാനാണോ ഏൽപ്പിച്ചത്? അവർ തടയട്ടെ. അവരെ ഏൽപ്പിച്ച പണി അവരെടുക്കുമ്പോ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഒന്ന് എടുക്കട്ടെ. സമാധാനത്തോടെ പുഞ്ചിരി തൂകി നടന്നു പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണല്ലോ ലോകത്തെ പടച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് അജ്മീറിന്റെ താഴ്വരയിൽ അടിച്ചു വീശുകയാണ്. ഈ കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ മരുഭൂമിയിലെ മണൽത്തരികൾ പാറി പറന്നിട്ട് ആയുധമേന്തിയ പട്ടാളക്കാരന്റെ കൺതടങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എന്നല്ല ഒരൊറ്റ പട്ടാളക്കാരനെയും കണ്ണ് പിന്നെ തുറക്കാൻ കഴിയുന്നില്ല. കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. മുസ്ലിമാകുന്ന ഈ ഒരു വ്യക്തിക്ക് മാത്രം ഒരു പോറലും ഏൽക്കുന്നില്ല, ഒരു പ്രയാസവുമില്ല. അദ്ദേഹം നേരെ ചെന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുക്കുകയാണ്. പഠിക്കണം ഇസ്ലാമിന്റെ ചരിത്രം, കടന്നുപോയ പൈതൃകത്തെ പഠിക്കണം, പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധനത്തിന്റെ നാൾ വഴികൾ പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു കപ്പ് വെള്ളം എടുത്ത് തിരിച്ചു കയറിയപ്പോഴേക്ക് കാറ്റ് ശാന്തമായിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പട്ടാളക്കാരെ കൺ തുറന്നു നോക്കുമ്പോ ഒരു കപ്പ് വെള്ളവുമായി നടന്നു നീങ്ങുന്ന മുസ്ലിമിനെയാണ് കാണുന്നത്. പക്ഷേ ഈ അമുസ്ലിമീങ്ങളെ മനസ്സ് മന്ത്രിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്നില്ലല്ലോ. ഒരു കപ്പ് വെള്ളം മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. ഇനി വന്നാൽ ഞങ്ങൾ ഏതു വിധനെ തടയുമെന്നുള്ള ഒരു പ്രത്യേകമായ നിശ്ചയദാർഢ്യം പിന്നെയും പ്രഖ്യാപിക്കുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴേക്ക് അത്ഭുതം ഇതാ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഠിച്ചോ. അജ്മീറിൽ ഇന്നും പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു വിശാലമായ അന്നാസാഗർ തടാകം. അതിന്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കണോ, ബോട്ട് സർവീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ വിശാലമായ തടാകമാണ്. ഇതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, ആ വെള്ളം ഇതാ കുറഞ്ഞു 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 പോകുന്നു. കുറഞ്ഞു എന്നല്ല, വറ്റാൻ തുടങ്ങുകയാണ്. വറ്റി എന്നല്ല, വരണ്ടു. വരണ്ടു എന്നല്ല, അജ്മീർ താഴ്വര പാടെ ശക്തമായ വരൾച്ച. വരൾച്ച അതിശക്തമായി എന്നല്ല, സ്ത്രീകളുടെ മുലപ്പാല് പോലും വറ്റിപ്പോയി. ഇത്രയും വലിയ ഭീകരമായ വരൾച്ചയെ അജ്മീറിലെ പ്രിയപ്പെട്ട ജനങ്ങൾ നേരിടേണ്ടി വന്നപ്പോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അവർക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവർക്കൊരു കേന്ദ്ര സംഘം ഇവിടുത്തെ കൃഷിനാശത്തെ കുറിച്ചോ ഇവിടുത്തെ വരൾച്ചയെ കുറിച്ചോ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു സംഘം കടന്നു വരേണ്ടി വന്നില്ല. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യമായി. ഞങ്ങൾ ആ പാവപ്പെട്ട സിദ്ധനെ, ആ പാവപ്പെട്ട മുസ്ലിമിനെ ഞങ്ങൾ വെള്ളമെടുക്കാൻ അനുവദിക്കില്ല എന്ന് വാശി പിടിച്ചു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിലൂടെ സംഭവിക്കുന്ന ഒരു അമാനുഷിക കഴിവായിരിക്കാം ഇത്. ഇവരങ്ങ് മനസ്സിലാക്കിയപ്പോൾ ഇനി അദ്ദേഹത്തോട് മാപ്പ് പറയുകയല്ലാതെ, ക്ഷമ ചോദിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തീരുമാനിക്കുന്നു. ഉടനെ തന്നെ മഹാനാകുന്ന ഖാജയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരെ ഇടയ്ക്ക് വെച്ചൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. വെള്ളം അങ്ങ് നശിച്ചു പോയപ്പോഴേക്ക് അമുസ്ലിമീങ്ങളാകുന്ന ആളുകളെ മനസ്സുവരെ മന്ത്രിച്ചു. ഈ ആത്മീയ നായകന്മാരെ മുമ്പിലൂടെ അവരോട് നാം കളിച്ചു പോയാൽ ഒരുപക്ഷെ ഇതുപോലത്തെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാമെന്ന് ഇസ്ലാമിന്റെ കടന്നുപോയ കാലങ്ങൾ പഠിക്കും
പരിശോധിക്കുമ്പോ അംബിയാഇന്റെ പരിശുദ്ധമായ മുഅ്ജിസത്ത് എന്ന് പറയുന്ന അമാനുഷിക കഴിവുകള്, ഔലിയാഇന്റെ പരിശുദ്ധമായ കറാമത്ത് എന്ന് പറയുന്ന അമാനുഷികമായ കഴിവുകള്, ഈ കഴിവുകൾ അല്ലാഹു അംബിയാഇലൂടെ ഔലിയാഇലൂടെ എന്തിനു പ്രകടിപ്പിക്കുന്നു? പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കാനാ. മഹാനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരാണ്. ഞാനാണ് പ്രവാചകർ, നിങ്ങൾ എന്നെ സമ്മതിക്കണം എന്ന് പറയുമ്പോ അത് സമ്മതിക്കാൻ കഴിയാത്ത ആളുകൾ ആ ലോകത്ത് ഉണ്ടായപ്പോ അവരെ സമ്മതിപ്പിക്കാൻ എന്താ ചെയ്തത്? അമാനുഷിക കഴിവുകൾ കാണിച്ചു കൊടുത്തിട്ടില്ലേ? മുഹമ്മദ്, നീ ഒരു പ്രവാചകനാണെങ്കിൽ, നീ ഒരു സത്യത്തിന്റെ നായകനാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ നിർവഹിക്കുമോ എന്നവർ ചോദിച്ചിട്ടില്ലേ? മഹാനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാതൊരു ആശങ്കക്കും വക നൽകാതെ നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് ഞാൻ നിർവഹിക്കാമെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾ അവിടെ വെച്ച് പറയുന്നു, ഒരിക്കലും നടക്കൂല എന്ന് തോന്നിയ ഒരു കാര്യം നടത്തിത്തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു കാര്യം? ചന്ദ്രനെ 2 കഷ്ണമാക്കി തരുമോ എന്നാണ്. ചന്ദ്രനെ 2 കഷ്ണമാക്കി തരുമോ എന്നാ ചോദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അതെ ചന്ദ്രനെ പിളർത്തി കൊടുത്തു. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ഖുർആൻ വരെ പറഞ്ഞ വിഷയമാണിത്. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ പരിശുദ്ധ തഫ്സീറുകളും മറ്റുമൊക്കെ പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാത്ത ആളുകൾക്ക് വരെ അൽ ബദ്റു സുഖ ബി അംരിഹി വശംസു ഇദ വറബത ലഹു റുദ്ദത ബിഗൈരി തറദ്ദുദി എന്ന പരിശുദ്ധമായ മൗലിദിന്റെ ഈരടിയിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ കഴിവിനെ, അംബിയാഇന്റെ മുഅ്ജിസത്തിനെ ഈ മുസ്ലിം ഉമ്മത്ത് മറന്നു പോയിട്ടില്ല. അവർ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇതൊക്കെ സമ്മതിക്കാനും അറിയാനും അംഗീകരിക്കുവാനുമുള്ള ഒരു പരിശുദ്ധമായ മനസ്സ് മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ. എന്നാൽ അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് മുമ്പിൽ അന്നാസാഗർ തടാകത്തിലെ വെള്ളം വറ്റി വരണ്ടപ്പോ അവർക്ക് തോന്നിപ്പോയി ഇതെന്തോ ഈ അത്ഭുതമാണോ സംഭവിച്ചത്, അതുകൊണ്ട് മാപ്പ് ചോദിക്കണം. മഹാനാകുന്ന ഹാജയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മാപ്പ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തത് അബദ്ധമാണ് എന്ന് ബോധ്യമായി, ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറയുന്നു. എന്താണ് മഹാനാകുന്ന ഹാജ അവിടെ ചെയ്തത്? ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം തരില്ല എന്ന് പറഞ്ഞ, മുസ്ലിമിന് ഒരു തുള്ളി വെള്ളം തരില്ല എന്ന് പറഞ്ഞ, നിങ്ങൾക്ക് വെള്ളം തരികയോ എന്ന് ചോദിച്ച് അവരെ മടക്കി അയക്കുകയല്ല, മറിച്ച് അവരോട് പറയുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഈ മതത്തിന്റെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ഭൂമി ലോകത്തുള്ള സകലരോടും നിങ്ങൾ കരുണ കാണിക്കണം. അവിടെ മതം നോക്കണ്ട, അവിടെ ജാതി നോക്കണ്ട, അവിടെ നിങ്ങൾ പരിശുദ്ധമായ ഈ മതത്തിന്റെ കാരുണ്യത്തിന്റെ ചിന്ത മാത്രമേ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് കാരുണ്യം വേണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. അജ്മീറിന്റെ രാജസ്ഥാനിലെ പ്രിയപ്പെട്ട അമുസ്ലിമീങ്ങൾക്ക് ഒരു സാരോപദേശം. എന്താണ് ഉപദേശം? വെള്ളം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് സൃഷ്ടിച്ചത്. അത് മുസ്ലിമിന് മാത്രമുള്ളതല്ല, ഹിന്ദുവിന് മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല, മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, പക്ഷികൾക്ക് മാത്രമുള്ളതല്ല, ജീവികൾക്ക് മാത്രമുള്ളതല്ല. ഇത് ആർക്കൊക്കെ വേണം? മണ്ണിന് വേണം, സസ്യത്തിന് വേണം, എല്ലാവർക്കും വേണമെങ്കിൽ എല്ലാവരും ഉപയോഗിക്കട്ടെ. ഒരാളും തടയാൻ പോകേണ്ടതില്ല. അതെ, ഞങ്ങൾ ഒരാളെയും തടയുകയില്ല എന്ന് ഹാജയുടെ മുമ്പിൽ വന്ന് ഇവർ താണുകയെന്ന് പറയുമ്പോ നേരത്തെ ശേഖരിച്ചു വെച്ച ഒരു കപ്പ് വെള്ളമില്ലേ, ആ വെള്ളം അന്നാസാഗർ തടാകത്തിൽ കൊണ്ടുപോയി ഒഴിക്കുന്നു. അതോടുകൂടി വെള്ളം ഇതാ ഉയർന്നു പൊങ്ങുകയാണ്. പൊങ്ങി എന്നല്ല, ആ വിശാലമായ തടാകം നിറഞ്ഞു കവിഞ്ഞു. മഹാനാകുന്ന ഹാജയുടെ ഈ പ്രവർത്തനവും ഈ സമാധാനത്തിന്റെ മനസ്സും അനുഭവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ അവർ ഉച്ചേശ്വരം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 90 ലക്ഷം ആളുകൾ ഈ പരിശുദ്ധമായ മതത്തിലേക്ക് വെറുതെ കടന്നു വന്നതല്ല. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കണം. ഈ രൂപത്തിലാണ് ഇസ്ലാം കടന്നു വന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഈ സമാധാന മനസ്സ് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ലോകതലത്തിൽ അങ്ങനെയാണ് ഇന്ന് സംഭവിക്കുന്നത് എങ്കിൽ പ്രത്യേകമായ ഒരു മതവികാരവും ഒരു സ്വാർത്ഥ താല്പര്യവും ഒരു സങ്കുചിത ചിന്തയും ഒക്കെ ഒരു ദുസ്വാധീനമായി മനുഷ്യന്റെ മനസ്സിലേക്ക് അധിനിവേശ ശക്തികളായി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഈ കേരള മണ്ണിന്റെ അവസ്ഥ മറ്റൊന്നാണ്. ഇന്നും ഈ ഒരു സമാധാനം പരസ്യമായി പറയാൻ കഴിയും.
കഴിയുന്നുണ്ടല്ലോ, ഈ ഒരു സമാധാനം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. 1992 നമുക്കറിയാം ബാബരി പള്ളി പൊളിച്ച സമയമാണ്. ഒരു ബാബരി പള്ളി പൊളിച്ചതിന്റെ പേരിൽ ഹിന്ദുക്കളാകുന്ന ഒരാളെയും മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. കാരണം ഹൈന്ദവ ദർശനം സമ്മതിക്കുന്ന പ്രിയപ്പെട്ട ഹിന്ദുക്കള് നമ്മുടെ കേരളത്തിൽ ഓരോ ഗ്രാമത്തിലും താമസിക്കുന്നില്ലേ. പക്ഷേ ഓരോ നേരവും 5 നേരവും അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന പരിശുദ്ധമായ പള്ളികള്, ഈ പള്ളി നിർമ്മിക്കാൻ സഹായം നൽകുന്നവരാ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, എല്ലാ മതവിഭാഗങ്ങളും ഇവിടുത്തെ പള്ളികൾ ഉയർന്നു വരാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ബാബരി പള്ളി പൊളിച്ചത് ഹിന്ദുക്കളാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. മറിച്ച് ഹൈന്ദവ ദർശനം സമ്മതിക്കാത്ത ഫാസിസ മനോഭാവമുള്ള ഏതോ ചില താല്പര്യ കക്ഷികൾ അവരാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. അത്തരം ചില ആളുകൾ ഇവിടെ ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തിനും സമാധാന അന്തരീക്ഷത്തിനും വലിയ അപമാനം വരുത്തി വെച്ചുകൊണ്ട് ബാബരി പള്ളി പൊളിച്ചപ്പോ നിങ്ങൾ ഓർക്കണം, സ്വാഭാവികമായി മുസൽമാന്റെ മനസ്സ് വേദനിക്കുകയാണ്. വാങ്കൂലി ഉയർന്നിരുന്ന പള്ളി മിനാരങ്ങള് തകർന്ന് താഴേക്ക് വീഴുന്നു. അതൊരു പ്രത്യേകമായ ഘട്ടത്തിലല്ല, ഗൂഢാലോചനയിലൂടെ ആസൂത്രിതമായ പദ്ധതിയിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെയോ ഭരണത്തിന്റെയോ അധികാരികളുടെയോ പിന്തുണയോടെ തന്നെ പൊളിക്കുന്ന ഒരു അപമാനകരമാകുന്ന രാജ്യത്തിന്റെ മുഴുവൻ മനുഷ്യ മനസ്സുകളും വേദനിക്കുന്ന ഒരു സംഭവം ഈ മണ്ണിലുണ്ടായപ്പോ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ മനസ്സ് പെടച്ചു എന്നല്ല, അത് വികാരപ്രകടനമായി പുറത്തേക്ക് വന്നാല് കേരളത്തിന്റെ കടന്നുപോയ സൗഹൃദാന്തരീക്ഷം തകർന്നു പോകുമോ എന്ന് കണ്ടപ്പോ കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ നിന്ന് അന്ന് മഹാനാകുന്ന ശൈഖുനാ ശംസുൽ ഉലമാഇ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ശൈഖുന വിളിച്ചു പറഞ്ഞു മുസ്ലിം ഉമ്മത്തിനോട് ആത്മസംയമനം പാലിക്കണമെന്ന്. മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല ലോകർക്ക് മുഴുവനും സമാധാനത്തിന്റെ താരാട്ടുപാട്ട് കേട്ട് നന്നായി ശീലിച്ച ഒരു തറവാടുണ്ട്, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. ആ തറവാട്ടിൽ നിന്ന് ഒരു സമാധാനത്തിന്റെ വിപ്ലവം ഇതാ പുറത്തേക്ക് പ്രഖ്യാപനമായി കടന്നു വരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേത് ആത്മസംയമനം പാലിക്കണമെന്ന്. ഈ ഒരു പ്രഖ്യാപനം കേട്ടപ്പോഴേക്ക് മലപ്പുറം ജില്ലയിലെ അമ്പലങ്ങൾക്ക് വരെ മാപ്പിള മക്കൾ കാവൽ നിന്നിട്ടില്ലേ. ഈ പരിശുദ്ധമായ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഹർത്താലിന്റെ പ്രത്യേകമായ സാഹചര്യത്തില് കടകൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്. തുറന്നു പ്രവർത്തിച്ചാൽ വല്ലതും സംഭവിക്കോ എന്നുള്ള ഒരു പ്രത്യേകമായ ഭീതിയുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, അയ്യപ്പ ഭക്തന്മാര് ശബരിമലയിലേക്ക് സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ ഈ കടകൾ അടഞ്ഞു കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കട്ടപ്പെടുന്ന പ്രിയപ്പെട്ട അമുസ്ലിമീങ്ങള് എന്തു ചെയ്യും? ഇവർക്ക് കഞ്ഞി കുടിക്കാൻ എന്തു ചെയ്യും? ഇവർക്ക് വെള്ളം കുടിക്കാൻ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമി ലോകത്തുള്ള സകലരോടും കരുണ കാണിക്കണം എന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് കഞ്ഞി വെച്ച് വിളമ്പി കൊടുക്കേണ്ടത് നമ്മുടെ മാർഗമാണ്, നമ്മുടെ പാരമ്പര്യമാണ്. നാം ഇവിടെ ചെയ്യേണ്ട നമ്മുടെ പ്രത്യേകമായ കടപ്പാടിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പോ നാഷണൽ ഹൈവേയിലൊക്കെ വലിയ വട്ടച്ചെമ്പുകൾ കൊണ്ടുവന്നു വെച്ചിട്ട് പ്രിയപ്പെട്ട മാപ്പിള മക്കൾ കഞ്ഞി വെച്ചിട്ട് അമുസ്ലിമീങ്ങളെ നന്നായി കുടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പരിശുദ്ധമായ അന്തരീക്ഷം അത് കേരളത്തിന്റെ കടന്നുപോയ ഇന്നലകളാണ്. ഹൈന്ദവ ക്ഷേത്രമാകുന്ന അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ ഗോപുര കവാടം ഈ അടുത്ത ദിവസമല്ലേ പാതിരാവിൽ ആരോ തീ വെച്ചത്. ആരോ തീ വെച്ചു നശിപ്പിച്ച സമയത്ത് നിങ്ങൾ ആലോചിക്കണം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഈ അമ്പലത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ സാമൂഹ്യ ദ്രോഹികളെ പിടിച്ചു കെട്ടണമെന്ന്. എന്തിനാണ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കടന്നുപോയ ഇന്നലകൾ അങ്ങനെയായിരുന്നു. മമ്പുറത്തെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മുസ്ലിം ഉമ്മത്തിന്റെ നായകന, ഒരു സമാനിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഖുതുബായിരുന്നു. ആ മഹാന്റെ നാമധേയത്തിലല്ലേ ഇന്ന് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത്. എന്നാൽ ഈ പരിശുദ്ധനാകുന്ന മമ്പുറത്തെ തങ്ങള് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ പള്ളികൾക്ക് കുറ്റിയടിക്കാൻ, പള്ളികൾക്ക് അടിക്കല്ല് പാകാൻ, പള്ളികൾക്ക് കട്ടില വെക്കാൻ, ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന്, ഒരു ദർസിന്റെ ഉദ്ഘാടനത്തിന് എന്തെങ്കിലും ഒരു ആത്മീയമായ നല്ല പ്രവർത്തനമുണ്ടോ? അതിനൊക്കെ മമ്പുറത്തെ തങ്ങൾ തന്നെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഏതു പാതിരാത്രിയിലും മമ്പുറത്തെ തങ്ങളോടൊപ്പം തങ്ങളെ പെട്ടിപ്പിടിച്ച് നടന്നിരുന്നത് കോന്തു നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിലെ ഒരു അംഗമായിരുന്നുവെങ്കിൽ അന്യമതക്കാർക്ക്
അന്യമതക്കാർക്ക് മുസ്ലിമീങ്ങളോടും മുസ്ലിമീങ്ങൾക്ക് അന്യമതക്കാരോടും പ്രത്യേകമായ ഒരു സൗഹൃദത്തിന്റെ മാനുഷിക ബോധം ഇവിടെ കടന്നുപോയ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. ഇത് ഇല്ലായ്മ ചെയ്യാൻ പലരും ശ്രമിക്കുന്നില്ലേ, പല ആളുകളും ശ്രമിക്കുന്നില്ലേ എന്നല്ല നിങ്ങൾ ആലോചിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഈ ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ അതിശക്തമായ പ്രഭാഷണങ്ങള്, അതിശക്തമായ നിർദ്ദേശങ്ങള്, വലിയ വലിയ ആഹ്വാനങ്ങൾ കേട്ടുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ആരാ സമരമുഖത്തേക്ക് എടുത്തു ചാടിയത്? പഴയ കാലത്ത് മൈക്കില്ലാത്തൊരു കാലം. ഈ ശബ്ദം കേൾക്കുന്നവരിൽ പ്രായമുള്ള മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും അറിയാം. വാങ്ക് വിളിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? നിസ്കാര സമയം എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? പ്രഭാത സമയത്ത് നിങ്ങൾ ജോലിക്ക് പോകാൻ വേണ്ടി, അതുപോലെ ഒരു വൈകുന്നേര സമയത്ത്, പ്രത്യേകിച്ച് സന്ധ്യ മയങ്ങുന്ന ഒരു പ്രത്യേകമായ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിമീങ്ങൾക്ക് വരെ ആരാധനകളുണ്ടല്ലോ. എന്നാൽ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് ഇന്ന് മൈക്കിലൂടെ കേൾക്കുമ്പോ അന്ന് മൈക്കിലൂടെ വാങ്ക് കേൾക്കാൻ അവസരമില്ല എങ്കിൽ എങ്ങനെയായിരുന്നു വാങ്കിന് മനസ്സിലാക്കിയിരുന്നത്? പള്ളികളിൽ സ്ഥാപിച്ച നഗാരകൾ, ഈ നഗാരകളിൽ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുമ്പോ ആ ശബ്ദം കേൾക്കുമ്പോഴായിരുന്നു മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത്. പല ഹൈന്ദവ വീടുകളിലുമൊക്കെ തിരി തെളിയിച്ചു വെക്കുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോഴായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കണം, ആ സമയത്തുള്ള ഒരു നഗാരയുടെ ശബ്ദം കേൾക്കുന്നു പൂക്കോട്ടൂരിലെ പഴയ ജുമുഅത്ത് പള്ളിയിൽ നിന്ന്. ആ സമയത്തുള്ള നഗാര ശബ്ദം വാങ്കിന്റെ നേരമല്ലല്ലോ, നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ. എന്തിനാണ് പള്ളിയിൽ നിന്ന് പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഇങ്ങനെ നഗാര അടിച്ച് ശബ്ദമുണ്ടാക്കുന്നത്? പ്രിയപ്പെട്ട മാപ്പിള മക്കൾ പള്ളിയിലേക്ക് ഓടിയപ്പോ ഉളൂഹ് ചെയ്ത് അങ്ങ് ശുദ്ധീകരിച്ച് താടിയും തലപ്പാവും വെച്ചിട്ട് പണ്ഡിതവരിൽ അവിടെ അവരെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ രാജ്യത്തിന്റെ ശത്രുക്കള് ബ്രിട്ടീഷുകാര് നമ്മോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇതാ കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നാം ഇറങ്ങേണ്ട സമയമാണിത്, നാം ഇറങ്ങേണ്ട സമയമാണിത്. സ്വന്തം മക്കളെ ഇവിടെ ഇട്ടേച്ചുകൊണ്ട്, മാതാപിതാക്കളെ ഇട്ടേച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങളെ കുടുംബങ്ങളെ ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധമുഖത്തേക്ക് പോകാൻ ഭീതിയുണ്ടോ? ആ ഭീതി ഒരിക്കലും പാടില്ല. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, ഈ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ ഈ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മക്കളെ. അതുകൊണ്ട് ജനിച്ച ഈ മണ്ണിന് വേണ്ടി നമ്മുടെ പൊക്കിൽ കൊടി വീണ മണ്ണാണിത്. ബ്രിട്ടീഷുകാരന്റെ പൊക്കിൽ കൊടി അവന്റെ നാട്ടിലാ വീണത്. അവൻ എന്തിന് ഈ നാട് ഭരിക്കണം? അവരെ കെട്ടിക്കാൻ പോകാൻ നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ? ആയുധം ഞാൻ തരാമെന്ന് ഈ പണ്ഡിതൻ പറയുകയാണ്. ഏതായിരുന്നു ആയുധം നിങ്ങൾ പഠിക്കണം. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അസ്ഹാബുൽ ബദ്റിനെ വിളിച്ചുകൊണ്ട്, ഓസുല്ലാദമിനെ വിളിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പരിശുദ്ധ പ്രവാചകനോട് സലാം പറഞ്ഞുകൊണ്ട് ആത്മീയമായ ആയുധങ്ങൾ നൽകുന്നു. ഈ ആയുധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, സിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദിന്റെ മന്ത്രവുമായി ബ്രിട്ടീഷുകാരന്റെ പേരും കേൾക്കുമ്പിലേക്ക് ഈ പാവപ്പെട്ട മാപ്പിള മക്കൾ നടന്നു നീങ്ങുമ്പോൾ അമുസ്ലിമീങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല, മറ്റുള്ള മതക്കാർക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ മഹാപിള്ളമാരെ പിന്നിൽ, ഈ പണ്ഡിതന്മാരെ പിന്നിൽ, ഈ മുസ്ലിമീങ്ങളെ പിന്നിൽ ഈ രാജ്യത്തിന് വേണ്ടി കടന്നു പോകേണ്ടവരാണ് നാം എന്ന് അവരും തന്നെ തീരുമാനിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ കടന്നുപോയ സാഹചര്യം ഈ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് വലിയ ഒരു വിപ്ലവകാരികളോട്, അഹങ്കാരി വർഗത്തോട്, ആയുധബലവും അംഗബലവുമുള്ള ബ്രിട്ടീഷുകാരോട് പോരാടാൻ കഴിഞ്ഞത് ഏതൊരു ആത്മീയ സംവിധാനമാണ് എന്ന് പോലും ഇന്ന് ചില മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ഇന്ന് സർക്കാർ കമ്മിറ്റിയുടെ, അവർ ഇന്ന് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഇവിടെ സോളിഡാരിറ്റികളായിട്ട് അല്ലെങ്കിൽ ചങ്ങരംകുളത്തും പരമർത്തും സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ലോകത്തോട് പ്രചരിപ്പിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ പ്രമാണങ്ങളെ വിമർശിച്ചുകൊണ്ടാണ്, ആത്മീയ സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ്. കടന്നുപോയ ഇന്നലകളിൽ ഈ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്ത പരിശുദ്ധമായ അസ്തിത്വത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള കണ്ണടച്ച ചരിത്രത്തെ ഇവിടെ മാനം കെടുത്തുന്ന അവസ്ഥയിലേക്ക് അവരൊക്കെ കൊണ്ടുപോകുന്നത്. ഇവിടെ മുസ്ലിം ഉമ്മത്തിനൊരു കാര്യം പറയാനുണ്ട്. ഇത് ലോകത്തിന്റെ അവസാനമാണ് എന്ന് നമുക്കറിയാം, കാലഘട്ടത്തിന്റെ അവസാനമാണ് നമുക്കറിയാം. പക്ഷേ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ പരലോകത്തിന് രക്ഷയുള്ളൂ. ആ മുസ്ലിമീങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ സന്ദേശം നൽകാനാ. ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നോ, എന്നിട്ട് ഇസ്ലാമിനെ നിങ്ങൾ അംഗീകരിച്ചോ? ഏത് ഇസ്ലാമിനെ? ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ അല്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്
എന്ന് പറഞ്ഞിട്ട്, ഹുകൂമത്തെ ഇലാഹി സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ മുസ്ലിമീങ്ങളെ മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നതോ സമാധാനം മാത്രം കേട്ടു ശീലിച്ച, മതം നോക്കാതെ ജാതി നോക്കാതെ വിഭാഗീയതയില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അംബിയാഇന്റെ ഔലിയാഇന്റെ സ്വാലിഹീങ്ങളുടെ മമ്പുറത്തെ തങ്ങൾ പഠിപ്പിച്ച, ഉമർ ഖാദി പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു ഇസ്ലാമിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് അതിന് സംവിധാനം ഞങ്ങൾക്ക് നൽകി എന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയും അത് ഞങ്ങൾക്ക് സംഭവം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് അവരുടെ മതത്തിലേക്ക് ക്ഷണിക്കാം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതങ്ങളിലേക്ക് ക്ഷണിക്കാം, എല്ലാവർക്കും എല്ലാവരുടെയും മതങ്ങളിലേക്ക് ക്ഷണിക്കാൻ അവസരമുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ പറയുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ ലോകത്തുള്ള വിജയമല്ല, പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വിജയം വേണോ, ആ വിജയത്തിന് ഈ ഇസ്ലാമിലേക്ക് വരികയല്ലാതെ വഴിയില്ല. അതേ സമയത്ത് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലേ, ഇല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. അക്രിം ജാറക വലൗ കാന കാഫിറ, അയൽവാസിയുടെ മതം നോക്കണ്ട, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല എന്ന് ഒരു മുസൽമാന നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഈ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. ആ ഇസ്ലാമിലേക്ക് അന്യമതക്കാരാകുന്ന ആളുകളെ ക്ഷണിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന സംബന്ധിച്ച ഈ പ്രബോധനത്തിന്റെ ശബ്ദം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസൽമാന്മാരാകുന്ന ചില ആളുകള്, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകള്, അവരോട് ഞങ്ങൾ താക്കീതിന്റെ സ്വരത്തിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിനെ മാത്രം സമ്മതിക്കുക, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിനെ മാത്രം സമ്മതിക്കുക, കടന്നുപോയ മുസ്ലിം ഉമ്മത്തിന്റെ നായകന്മാർ പഠിപ്പിച്ച ശരിയായ ഇസ്ലാമിനെ മാത്രം സമ്മതിക്കുക. അല്ലാത്തൊരു ഇസ്ലാമിനെ സമ്മതിക്കേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ കഴിവുകൾ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവിനെ പരിമിതിപ്പെടുത്തുന്ന ആളുകൾ ഇവിടെ പഠിക്കണം. ഈ പാരമ്പര്യത്തിന്റെ കണ്ണികളാവുക എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി വെറുതെ പറയുന്നതല്ല. കേരളത്തിലെ കടന്നുപോയ ലക്ഷക്കണക്കിന് മുസ്ലിമീകളെ മനസ്സിലേക്ക് ഈമാൻ എങ്ങനെ കടന്നു വന്നു, പരിശുദ്ധമായ വിശ്വാസം എങ്ങനെ കടന്നു വന്നു എന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ ചില ആളുകൾ ശരിയായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താതെ അള്ളാഹുവിന്റെ കഴിവുകളെ വരെ പരിമിതിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു അള്ളാഹു, ഒന്നുകൂടെ പറഞ്ഞാൽ സുന്നികൾ ഇവിടെ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ അവന്റെ കഴിവുകൾക്ക് അറ്റമില്ല, അവന്റെ കഴിവുകൾ പരമാവധി, അതിനപ്പുറം വേറെ ഒരു കഴിവില്ല. അത്രയും വലിയ കഴിവിന്റെ ഉടമയാണ്. എന്തൊക്കെയാണോ നമ്മുടെ മനസ്സുകൊണ്ട് ഊഹിക്കാൻ കഴിയുന്നത് അതും അതിനപ്പുറം ചെയ്യാൻ കഴിയുന്ന ഒരു അള്ളാഹുവിലാണ് നാം ഒക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കള്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രിയപ്പെട്ട ആളുകള്, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകള്, വിദഴി കക്ഷികളായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരൊന്ന് ആലോചിക്കട്ടെ, മരിച്ചവരെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലേ? നിങ്ങളെ വിശ്വാസം എന്താണ്? മരിച്ചവരെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലേ? ജീവിച്ചിരിപ്പുള്ള ആളുകളെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലേ? ജനിക്കാത്ത ആളുകളെ കേൾപ്പിക്കാൻ കഴിവുണ്ടോ ഇല്ലേ? ഞങ്ങളുടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയട്ടെ, ആ അള്ളാഹുവിന് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയും, ആ അള്ളാഹുവിന് ജീവനുള്ളവരെ കേൾപ്പിക്കാൻ കഴിയും, ആ അള്ളാഹുവിന് ജീവിക്കാത്ത ആളുകളെ വരെ കേൾപ്പിക്കാൻ കഴിയും. ഇത് ഞങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവര്യർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, പണ്ഡിതന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, കടന്നുപോയ സ്വാലിഹീങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മഹാനാകുന്ന സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന പരിശുദ്ധമായ ആത്മീയത അവർക്ക് നേടിക്കൊടുത്തതിൽ മുഹീദ്ദീൻ മാലിക്, റിഫാഇ മാലിക്, ബദർ ബൈത്തിന്, ബദർ മാലിക്, മൗലിദുകൾക്ക്, നഫീസത്ത് മാലിക് വലിയ വലിയ സ്വാധീനമുണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടായ സ്വാധീനമല്ല. ഇത് മാലകൾ എന്ന് പറഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ്, അത് നൂലാമാലകളാണ് എന്നൊക്കെ പറയുന്ന ആളുകളിലെ. പക്ഷേ പരിശുദ്ധമായ ഖുർആനെതിരിൽ ഒരു വരി പോലും ഇന്ന് വരെ ഒരു മാലയിലും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനെതിരിൽ, പ്രവാചകർക്കെതിരിൽ അല്ലാഹുവിന്റെ ദീനിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മാലയിലൂടെ മുസ്ലിം ഉമ്മത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ കഴിവുകളാണ്, അല്ലാഹുവിന്റെ അംബിയാഇന്റെ മഹത്വങ്ങളാണ്, ഔലിയാഇന്റെ പരിശുദ്ധമായ വിശ്വാസങ്ങളെയാണ്. ആ വിശ്വാസങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കട്ടെ. റിഫാഇ ശൈഖ് റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ ഞങ്ങൾ പുകഴ്ത്തുമ്പോൾ, ഞങ്ങൾ ആ മദ്ഹുകൾ പാടി പറയുമ്പോൾ റിഫാഇ മാലയിൽ നമുക്ക് കാണാം ഹജ്ജാൽ ഖലീലുള്ളാഹ്, തങ്ങൾ വിളിപ്പാലെ ഹുക്കുമാലുടെയോവൻ കേൾപ്പിക്കുമെന്നോവർ. ഹജ്ജാൽ ഖലീലുള്ളാഹ്, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളെയും വിളിക്കുകയാണ്.
കേട്ടവരൊക്കെ പരിശുദ്ധമായ ആ ഭൂമിയിൽ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. മഹാനാകുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹജ്ജിന് വേണ്ടി വിളിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അതോട് വിളിക്കാൻ തുടങ്ങി. ആ വിളി അങ്ങ് വിളിക്കേണ്ട താമസം പിന്നെ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ആർക്കൊക്കെയാണോ ആ വിളി കേൾക്കാൻ അവസരം ലഭിച്ചത് ഇന്നും അവർ പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി വിളിച്ചപ്പോ ആ വിളി കേട്ടത് ആരൊക്കെയാണ്? മരിച്ചവരാണോ? ജനിച്ചവരാണോ? ജനിക്കാത്തവരെ കേട്ടില്ലേ? എന്തുകൊണ്ട് കേട്ടു? അത് ഇബ്രാഹിം നബിയുടെ കഴിവല്ല, ഹുക്കുമാലുടെയോവൻ കേൾപ്പിക്കുമെന്നവർ എന്നാണ്. അലൈഹിസ്സലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. എല്ലാ ഹാക്കിമിനേക്കാളും വലിയ ഹാക്കിം, എല്ലാ ജഡ്ജിയേക്കാളും വലിയ ജഡ്ജി, എല്ലാ വിധികർത്താക്കളെക്കാളും വലിയ വിധികർത്താവ് അല്ലാഹു റബ്ബുൽ ഇസ്സ. അവന് കേൾപ്പിക്കാൻ പ്രയാസമുണ്ടോ? അവന്റെ കഴിവുകൾ സമ്മതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ആളുകളെ കേൾക്കുന്ന വിഷയത്തിൽ, ദൂരെയുള്ള ആളുകൾ കേൾക്കുന്ന വിഷയത്തിൽ, ബഗ്ദാദിൽ കിടക്കുന്ന ഗൗസുല്ലാദമിനെ യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കുമ്പോ അത് അല്ലാഹുവിനെ കേൾപ്പിക്കാൻ കഴിവുണ്ടോ ഇല്ലേ എന്ന് നാം ഇന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അത്തഹിയ്യാത്തുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ പരിശുദ്ധ ഹബീബ് കേൾക്കുമോ കേൾക്കില്ലയോ? ഒരു പ്രശ്നം കൂടിയില്ല. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയേണ്ടതുണ്ട്. ഒരു പ്രത്യേകമായ ഒരു സമയത്താണ് നമ്മുടെ ഈ ചർച്ച വരുന്നത്. ഈ പാരമ്പര്യത്തിന്റെ കണ്ണികളാവുക എന്നുള്ള ഈ പ്രമേയം പ്രഖ്യാപിച്ച് സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് പോയപ്പോഴേക്ക് ഐക്യത്തിന്റെ ശബ്ദങ്ങൾ നാം ധാരാളം കേൾക്കുന്നുണ്ടല്ലോ. ഐക്യത്തിന്റെ ശബ്ദങ്ങൾ ധാരാളം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിൽ വിഭാഗീയത ഉണ്ടാക്കി, ഭിന്നത ഉണ്ടാക്കി കടന്നുപോയ ആളുകള്, മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, തബ്ലീഗാവട്ടെ, ആരാവട്ടെ, ഇസ്ലാമിലെ ഉള്ളതിന് ഇല്ല എന്ന് പറയുമ്പോ, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയുമ്പോ സ്വാഭാവികമായി യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരില്ലേ? ഈ പ്രതികരിക്കുന്നതിനെ, ഈ പരിശുദ്ധമായ മതത്തിന്റെ സത്യത്തെ ബോധ്യപ്പെടുത്തലിന് വിഭാഗീയതയായി ചിത്രീകരിക്കുകയാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആരെതിർത്താലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരിശുദ്ധമായ ഭരണഘടനയെ സമ്മതിക്കുന്ന ഈ സാദാത്തുകൾ, ഈ പണ്ഡിത വര്യർ, ഈ പരിശുദ്ധരാകുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനു വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ പണ്ഡിത സംവിധാനത്തിന്റെ നേതൃത്വത്തെ സമ്മതിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീന് പറയും. അത് അംഗീകരിക്കുകയാണ് വിഭാഗീയ നഷ്ടപ്പെടുത്താൻ, വിഭാഗീയത ഇല്ലാതെയാക്കുവാനുള്ള സാഹചര്യമെന്ന് മറ്റുള്ള ആളുകളല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു ഐക്യത്തിന്റെ പാതയെ കൊതിക്കുന്നവരാണ് നമുക്ക്. ഐക്യത്തിന്റെ പാതയെ കൊതിക്കുന്നവരാ. ഐക്യം വേണ്ട എന്ന് പറയുന്നവരല്ലോ. വിദേഹത്തിന്റെ ആളുകൾ കടന്നു വന്നിട്ട് മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഒരാളും മരിച്ചു കിടക്കുമ്പോ, സ്വന്തം പ്രിയപ്പെട്ട പിതാവ് മരിച്ചു കിടക്കുമ്പോ അവിടെ പോയി മനോരമ വായിച്ചാൽ കുഴപ്പമില്ല, മാതൃഭൂമി വായിച്ചാൽ കുഴപ്പമില്ല, ചന്ദ്രിക വായിച്ചാൽ കുഴപ്പമില്ല, ഖുർആൻ മാത്രം ഓതാൻ പാടില്ല എന്ന് ഇത് പറയുന്നത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മറ്റുള്ള മതക്കാരല്ല. ഇസ്ലാമിന്റെ പേരിൽ ചില ആളുകൾ കടന്നു വന്നിട്ട് പറയുന്നു മരിച്ച പരിപ്പെട്ട് ഖുർആൻ വായിക്കാൻ പറ്റൂല എന്ന്. ഇന്ന് വരെ ഇവരാരെങ്കിലും മാതൃഭൂമി വായിക്കണ്ടെന്ന് പറഞ്ഞോ? ദിനപത്രങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മയ്യത്തുമായി നടന്നു പോകുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വർത്തമാനം പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബിസിനസ് കാര്യം ചർച്ച ചെയ്താൽ കുഴപ്പമില്ല, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചാൽ കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയ്യത്തുമായി നടന്നു പോകുമ്പോൾ പറയാൻ പാടില്ല എന്ന് ഒരു വാശി. ആത്മീയ സംവിധാനത്തെ തച്ചുടക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടത്തിയിട്ട് അല്ലാഹുവിന്റെ അംബിയാഇനെ പ്രത്യേകമായി സ്മരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു. അതിന് ക്യാമ്പയിനുകള്, അതിന് ലഘുലേഖകള്, അതിനുവേണ്ടി പോസ്റ്ററുകള്. അതേ സമയത്തോ ഇന്ദിരാഗാന്ധിയെ, മഹാത്മാഗാന്ധിയെ, ഏതെങ്കിലും രാഷ്ട്രീയ നായകന്മാരെയൊക്കെ സ്മരിച്ചാൽ അവിടെ കുഴപ്പമൊന്നുമില്ല. മതത്തിന്റെ ആദരവുള്ള നേതാവിനെ അംഗീകരിച്ചുകൂടെ? എന്തുകൊണ്ട് ഈ രൂപത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി, ആത്മീയമായ സംവിധാനങ്ങളെ തച്ചുടക്കാൻ വേണ്ടി വിദേശ ശക്തികൾ കടന്നു വന്നപ്പോ സമാനിന്റെ കുത്തുബായി അറിയപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പരിശുദ്ധമായ ഒരു പാരമ്പര്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഒരു സംഘടിത സംവിധാനം ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഒരു പരിശുദ്ധമായ പതാകക്ക് കീഴിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ അണിനിരത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയിലൂടെ ഈ പരിശുദ്ധരാകുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. 1926 രൂപീകരിച്ച് 1951 എത്തിയപ്പോഴേക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട മുസ്ലിമീകളെ അവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം എന്താ? സ്കൂളുകളിൽ വെച്ച് ഇവിടെ മതം പഠിപ്പിച്ചിരുന്നൊരു കാലമായിരുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ ഭരണഘടന വന്നപ്പോ ഇനി നമുക്ക് സ്കൂളിൽ വെച്ച് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല, സ്കൂളിൽ വെച്ച് അങ്ങനെ മതം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് മാത്രം അവകാശപ്പെട്ടതല്ല, ഹിന്ദുവിനും അതിൽ അവകാശമുണ്ട്, ക്രിസ്ത്യാനിക്കും അവകാശമുണ്ട്, എല്ലാ
എല്ലാവരുടെയും അവകാശമുള്ള ഒരു കലാലയത്തിൽ വെച്ച് ഈ മതം മാത്രം പഠിപ്പിക്കുന്ന അവസ്ഥ വേണ്ട. നമുക്ക് സ്വന്തമായ സംവിധാനം വേണമെന്ന് ഖായിദുൽ ഖൗം ബാഫഖി തങ്ങളെ പോലത്തെ, പറവണ്ണ ഉസ്താദിനെ പോലത്തെ, വാളക്കുളം ഉസ്താദിനെ പോലത്തെ വലിയ വലിയ പ്രഗത്ഭരാകുന്ന പണ്ഡിതമാത്തുകൾ പറയുന്നു എന്നല്ല, മുസ്ലിം ഉമ്മത്ത് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകി. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കണം, വലിയ സൗകര്യങ്ങൾ ഒന്നുണ്ടോ? മഞ്ചേരിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കടന്നുപോയ വീടുകളുടെ അവസ്ഥ എന്തായിരുന്നു? നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? ചോർന്നൊലിക്കാത്ത വീട് നമുക്കുണ്ടായിരുന്നു. പാതിരാ സമയത്ത് തിമിർത്ത് പെയ്യുന്ന മഴയുടെ നേരത്ത് വല്ലാതെ മഴ പെയ്ത് ചോർന്നൊലിക്കുമ്പോ കിടന്നുറങ്ങുന്ന, പായയിൽ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ചാക്ക് വിരിച്ച് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട കുട്ടിയെ പിതാവ് മാറത്തേക്ക് അണച്ചു വെച്ചുകൊണ്ട് ഒരു തൊപ്പിക്കുട ചൂണ്ടിക്കൊണ്ട് മഴയിൽ നിന്ന് സംരക്ഷിച്ചത് കടന്നുപോയ കാലത്ത് നാം മറന്നു പോയിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കടന്നു വരുന്നത്. വീട്ടിലേക്ക് വല്ലാതെ മഴവെള്ളം ചോർന്നിറങ്ങിയിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ജോലി എന്താ? വീട്ടിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം, ഈ വെള്ളം മുഴുവനും കോരിയിട്ട് പുറത്തേക്ക് ഒഴുക്കുന്നു. എന്നിട്ട് കരി തേച്ച് മിനുക്കിയിട്ട് അകം വൃത്തിയാക്കുന്നു. ചുമരിലൂടെ താഴ്ന്നിറങ്ങിയ ഈ വെള്ളം അതിന്റെ പാടുകൾ കാണാതിരിക്കാൻ വേണ്ടി ചെങ്കല്ലുകൾ അരച്ചിട്ട് ചുമരൊക്കെ തേച്ചിട്ട് ആ ചുമര് വൃത്തിയാക്കിയിരുന്ന ഒരു കാലമുണ്ട്. ഒരു നേരത്തെ കഞ്ഞിയിലേക്ക് ഒരു ഉണക്കമീൻ വരെ കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ പച്ചമുളക് മാത്രം കടിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എത്രയോ നാളുകൾ വിശപ്പടക്കാൻ കഴിയാതെ പോയിട്ടില്ലേ? ആ കാലഘട്ടത്തിൽ മദ്രസ വേണമെന്ന് പറയുമ്പോൾ, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ മദ്രസ സംവിധാനം വേണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രിയപ്പെട്ട മക്കള് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന് 8700 മദ്രസകള് ഈ മതേതര ഭൂമിയില ഇസ്ലാമിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, ആരാധനകൾ, ആദരവുകൾ എല്ലാം പഠിപ്പിക്കുന്ന വലിയ വലിയ വിദ്യാഭ്യാസ കലാലയങ്ങള് ഓരോ ഗ്രാമത്തിലും. പരിശുദ്ധമായ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കാറില്ലേ? രാവിലെ 7:30 ഓരോ ഗ്രാമത്തിലെ മദ്രസയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് പരിശുദ്ധമായ ഫാത്തിഹ ഖുർആനിന്റെ ആയത്തുകളാ കേൾക്കുന്നത്. സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് നടന്നു വരുമ്പോ ആ സദ്ദാമിന്റെ കയ്യിൽ ഖുർആനിന്റെ ഒരു പ്രതി ഉണ്ടെങ്കിൽ ആ ഒരു പ്രതി പോലും ഭീകരവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് ലോകത്ത് നോക്കി അട്ടഹസിക്കുന്ന ഭീകരന്മാര് ലോകത്തുണ്ടെങ്കിൽ, കേരളത്തിലെ 12 ലക്ഷം മക്കള് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ കുട്ടിയുടെ ഓരോ കയ്യിലും ഖുർആൻ ഉണ്ടെങ്കിൽ ഇത് സമാധാനത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് ഈ രാജ്യത്തിന് തോന്നുന്നുണ്ട്, ഈ രാജ്യത്തുള്ള മനുഷ്യ മക്കൾക്ക് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? മുസ്ലിം ഉമ്മത്ത് വല്ലാത്തൊരു അംഗീകാരത്തോടെ രാജ്യത്തിന്റെ സൗഹൃദം എന്താ, സമാധാനം എന്താ? പോകട്ടെ, രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരിൽ ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല എന്ന നിർബന്ധമുള്ള പണ്ഡിതന്മാരെ സമസ്തയുടെ ഭരണഘടന എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ സമ്മതിക്കാത്ത ഒരൊറ്റ കുട്ടിക്ക് പോലും സമസ്തയിൽ അംഗത്വം നൽകാൻ പാടില്ല എന്നല്ലേ പഠിപ്പിച്ചത്? ഈ പരിശുദ്ധിയോടെ, ഈ നിഷ്പക്ഷതയോടെ, ഈ മനുഷ്യത്വത്തോടെ പ്രതികരിക്കുന്ന ഈ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ, ഈ സമസ്തക്ക് കീഴിൽ എല്ലാവരും അണിനിരക്കുന്നു. 954 സുന്നി യുവജന സംഘം എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. SKSSF പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചുണ്ടിന് താഴെ ഹാൻഡ്സ് വെച്ചിട്ട് പാൻ പരാഗും പാൻ മസാലയും ഗുടുക്കളുമായിട്ട് മാരകമായ ലഹരി പദാർത്ഥം രക്തത്തിലേക്ക് കടത്തിവിട്ട് മയക്കുമരുന്നിന്റെ അടിമകളായി നാട്ടിലെ സർവ്വ തോന്നിവാസങ്ങൾക്കും നേതൃത്വം നൽകാൻ പറ്റുന്ന രക്തത്തിളപ്പിന്റെ പ്രായമുള്ള മക്കള്, ഇങ്ങനത്തെ 10 ലക്ഷത്തോളം മക്കള് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അണിനിരത്താൻ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ കഴിഞ്ഞിട്ടില്ലേ? ജംഇയ്യത്ത് ഉലമക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഓരോ ജനുവരി 26-നും ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പടയണി, ഈ സ്നേഹ യുവജനങ്ങള് ഓരോ ജനുവരി 26-നും ജില്ലാ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിട്ട് അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് രാഷ്ട്രത്തിന്റെ സൗകര്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സൗഹൃദത്തിന്റെ കരുതലാണ് ഞങ്ങൾ തീർക്കുന്നത് എന്ന്. ഈ മുസ്ലിം ഉമ്മത്തിന് ഈ പരിശുദ്ധമായ സമാധാനം ചെറുപ്പത്തിലെ പഠിപ്പിക്കാൻ അവസരം നൽകുമ്പോൾ അതിന്റെ താഴെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളുണ്ട്. ആ പിഞ്ചു മക്കൾക്ക് നാളെ ഈ പള്ളിക്ക്, ഈ മദ്രസക്ക്, അനുബന്ധ മത സംവിധാനങ്ങൾക്ക് സമാധാനത്തിന്റെ സൗകര്യങ്ങളും രാജഭീതിയും ഒരുക്കാനുള്ള ഒരു പക്വതയും പാകതയും പരിശീലനം നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട കുരുന്നു മക്കൾക്ക് സുന്നി ബാലവേദി വരെ രൂപീകരിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നു. ഈ പണ്ഡിത സഭയെ, ഈ പണ്ഡിത നേതൃത്വത്തെ, ഈ
കെട്ടുറപ്പിനെ തകർക്കാൻ കഴിയാതെ ഒറ്റക്കെട്ടായി വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് വിഭാഗീയതയുടെ ഭിന്നതയുടെ അനൈക്യത്തിന്റെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ കേരളത്തിൽ ആഞ്ഞുവീശിയ സമയത്ത് എന്താ വിളിച്ചു പറഞ്ഞത്? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. 989 ഈ കൊടുങ്കാറ്റ്, 996 ആഞ്ഞുവീശിയ കൊടുങ്കാറ്റ്, 991 ഈ കൊടുങ്കാറ്റ് ഈ വിഭാഗീയത അടിച്ചു വീശുമ്പോ വാഴക്കാട് ഗ്രാമത്തില് കണ്ണിയത്ത് ഉസ്താദി എന്ന് പറയുന്ന പണ്ഡിത മഹാൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അന്നവർ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാമല്ലോ, 1993 സെപ്റ്റംബർ മാസം 20. അതുപോലെ ഈ കണ്ണിയത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനും കേരളം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവനും ആലിമുൽ ആലമാണ്, ലോക പണ്ഡിതനാണ്, പണ്ഡിത സൂര്യനാണ്, ഹിക്മത്തിന്റെ ഉടമയാണ്, രാജ്യത്തിന്റെ സ്നേഹിയാണ്. മുസ്ലിം ഉമ്മത്ത് മാത്രമല്ല സർവരാലും ആദരിക്കപ്പെടുന്ന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ ശംസുൽ ഉലമ ലോകത്തോട് ഇവിടെ പറഞ്ഞതോ അതും 93 കഴിഞ്ഞ് 94 95 കഴിഞ്ഞ് 1996 ആഗസ്റ്റ് മാസം 19 ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ രണ്ട് പണ്ഡിത മഹത്തുക്കൾ ഇവിടെ ഉള്ള സമയത്ത് സുന്നികളാകുന്ന ആളുകൾക്ക് കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റിവെക്കാൻ കഴിയുമോ? ശംസുൽ ഉലമയെ മാറ്റിവെക്കാൻ കഴിയുമോ? മഹാനാകുന്ന കോട്ടുമല ഉസ്താദിനെ മാറ്റിവെക്കാൻ കഴിയുമോ? മഹാനാകുന്ന KC ഉസ്താദിനെ മാറ്റിവെക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട KB ഉസ്താദിനെ മാറ്റിവെക്കാൻ കഴിയുമോ? പരിശുദ്ധരാകുന്ന ഈ പണ്ഡിതന്മാരെ ഒരൊറ്റ സുന്നിക്കും മാറ്റിവെക്കാൻ കഴിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവരെ ഞങ്ങൾക്ക് വേണ്ട, ഇവരെ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അതുപോലെ മുസ്ലിം ഉമ്മത്തിന് ഈ മതേതര ഭൂമിയിൽ ഈ രാഷ്ട്രത്തോട് എങ്ങനെയാണ് സഹകരിക്കേണ്ടത് എന്ന് വരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മഹാനാകുന്ന ബാഫക്കി തങ്ങൾ പിടിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ചുകൊണ്ട്, മഹാനാകുന്ന പൂക്കോയ തങ്ങൾ പിടിച്ച മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ചുകൊണ്ട്, മഹാനാകുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുമ്പോ സമസ്തയിലെ മുശാവറ അംഗമാണ്. പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുമ്പോ സമസ്തയുടെ മുശാവറ അംഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ആത്മീയ പ്രവർത്തനത്തിന് എതിരല്ല, രാഷ്ട്രീയക്കാരനായി എന്നുള്ളത് കൊണ്ട് ആത്മീയതക്കോ ആദരവിനോ ഒരു കുറവുമില്ല എന്ന് കടന്നുപോയ ലോകം തെളിയിച്ചിരുന്നു. പക്ഷേ 989 ചരിത്രം മാറി. 989 ഒരു വിഭാഗം ഇവിടെ പരസ്യമായി പറഞ്ഞു പാണക്കാട് തങ്ങളെ സമ്മതിക്കാൻ പറ്റില്ല, അദ്ദേഹം ഒരു കേവലം രാഷ്ട്രീയക്കാരനാണ്, തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ താന്നിയാക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഈ പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയ സംവിധാനത്തിൽ ഒന്നാം ബെഞ്ചിൽ ഇരുത്താൻ ഈ മഹാനാകുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പല ആളുകളും കടന്നു വന്നല്ലോ. സമസ്ത അന്ന് വിളിച്ചു പറഞ്ഞു സമസ്തക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സമസ്തയിൽ പ്രവർത്തിക്കാം. പക്ഷേ സമസ്തക്കുള്ള തീരുമാനം എന്താണ്? ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണം. അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ ആദരവുകൾ നിലനിർത്തണം. ഈ ആദരവുകളും ആരാധനകളും വിശ്വാസങ്ങളും സ്വഭാവങ്ങളും ഒരു മാറ്റവും വരുത്താതെ സുന്നിയായി നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരൻ അവൻ കോൺഗ്രസ് ആയ കുഴപ്പമുണ്ടോ? അവൻ ജനതാദളായ കുഴപ്പമുണ്ടോ? അവൻ മുസ്ലിം ലീഗായ കുഴപ്പമുണ്ടോ? അവൻ നാഷണൽ ലീഗായ കുഴപ്പമുണ്ടോ? അതൊന്നും സമസ്ത ഇവിടെ പറഞ്ഞിട്ടില്ല. സമസ്ത ഇന്ന പാർട്ടി ആവണം എന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇന്ന പാർട്ടിയെ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും പ്രവർത്തിക്കാതിരിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, ഭൗതികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ല. ഭൗതിക വിഷയങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് CPM പറയാറില്ലേ, കോൺഗ്രസ് പറയാറില്ലേ, ലീഗ് പറയാറില്ലേ, BJP പറയാറില്ലേ, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തരാന്ന് നിങ്ങൾ അവഗണിക്കുകയില്ല, നിങ്ങളെ പരിഗണിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും പറയാറുണ്ട്. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, സർക്കാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുസ്ലിം സമുദായമേ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടു പോയത്, ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അതുകൊണ്ട് നമുക്കായില്ല. നമ്മുടെ ഈമാൻ ആരാണ് സംരക്ഷിക്കുക? നമ്മുടെ ഈമാൻ ആരാ സംരക്ഷിക്കുക? നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ ആരുണ്ട് അവിടെ സഹായത്തിന് എന്നുള്ളതല്ലേ മുസൽമാന്റെ മനസ്സ് ചിന്തിക്കുന്നത്. ഈ ചിന്തക്ക് പരിഹാരം സമസ്ത. ആ സമസ്ത മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് എതിരാണ് എന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണം എന്ന് വരെ പ്രസംഗിച്ചുകൊണ്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി പാണക്കാട് സാദാത്തുക്കളെ ധാരാളം ഇകഴ്ത്തി പറഞ്ഞു എന്നല്ല മുസ്ലിം സംഘശക്തിയാകുന്ന സമസ്ത കേരള
ജംഇയ്യത്തുലമയ്ക്കിടയിൽ വലിയ വിള്ള സൃഷ്ടിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പെരുന്നാൾ വരെ രണ്ടാക്കുന്നു, മദ്രസ രണ്ടാക്കുന്നു, പള്ളി രണ്ടാക്കുന്നു. ശിഹാബ് തങ്ങൾ ഖാദിയായി നിൽക്കുന്ന മഹലിൽ വരെ പുതിയ ഒരു ഖാദിയെ അവരോധിക്കുന്നു. ഈ രൂപത്തിൽ 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ വലിയ ഭിന്നത, വിഭാഗീയത, അനൈക്യം ഇവിടെ ആഞ്ഞു വീശിയ ഒരു കാലം നമ്മുടെ മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു. അൽഹംദുലില്ലാഹ് 2008 പരിശുദ്ധമായ വസന്തത്തിന്റെ മാസം, അതേ റബീഉൽ അവ്വൽ, ഈ റബീഉൽ അവ്വൽ മാസം പിറന്നു വന്നപ്പോ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്തായിരുന്നു? പാണക്കാട് തങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ അതേ ആളുകൾ തങ്ങളെ ഞങ്ങളെ സമ്മേളനം ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഈ പ്രവർത്തനത്തിന്റെ, ഈ സമാധാന വിപ്ലവത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലിയ സന്തോഷിക്കുകയാണ്. പാണക്കാട് സാദാത്തുക്കൾ എന്ന് പറയുന്ന, സമസ്തയുടെ ഉലമാക്കൾ എന്ന് പറയുന്ന ഈ വലിയ ഒരു നേതൃത്വത്തെ, ഈ പണ്ഡിത നേതൃത്വത്തെ, ഈ സമാധാന സംഘത്തെ വിമർശിച്ചിരുന്ന ആളുകൾ വരെ വിമർശനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഐക്യത്തിന്റെ പാതക്ക് അനൈക്യമാരാണോ ഇവിടെ ഉണ്ടാക്കിയത്, അവർ തന്നെ ഇവിടെ അവസരം ഒരുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഈ പറയുന്ന ഐക്യാഹ്വാനം ആത്മാർത്ഥതയോടെയാണെങ്കിൽ 1000 വട്ടം ഐക്യത്തിന് സ്വാഗതം, ഐക്യത്തിന് സ്വാഗതം. അതേ സമയത്ത് ഈ പാണക്കാട് സാദാത്തുക്കളെ നിസാരപ്പെടുത്താൻ, ഇതിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് തകർത്തു കളയാൻ, ഏതെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ മഹല്ലത്തിൽ നിലനിന്നു വരുന്ന ഐക്യത്തെ തകർക്കൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പഴയ കാലത്ത് 1920കളിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി ഐക്യസംഘം കടന്നു വന്നതുപോലെ ഇപ്പോൾ ഐക്യം പറഞ്ഞിട്ട് ഭിന്നിപ്പുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഈ സമയത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം, ഐക്യം വേണോ, ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണ്. ഞങ്ങൾക്ക് സ്ഥാനങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട. മഹാനാകുന്ന കാളമ്പാടി ഉസ്താദിന്റെ കരങ്ങളിലേക്ക് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം വെച്ചു കൊടുക്കുമ്പോ ആ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞുപോയി. മക്കളെ, ഞാൻ ഇതിന് അർഹനല്ല, എന്നെ ഇത് ഏൽപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചു വാങ്ങുകയല്ലോ. 1967 മുതൽ 1993 വരെ സമസ്തയുടെ അമരത്ത് ഇരിക്കാൻ കെൽപ്പുള്ള, ഈ ലോകത്തുള്ള ഒരാൾ പോലും എതിർക്കാത്ത മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കുമ്പോ, ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഇനി ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആളുകള്, ശംസുലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഇനി ഞാനാണ് സെക്രട്ടറി എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഐക്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി കഥയറിയുന്ന മുസ്ലിമീങ്ങൾക്ക് എന്തോ ഒരു ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം തുറന്നു പറയുന്നത്. 1995 ഏപ്രിൽ മാസത്തിൽ ഈ വിഭാഗം സമസ്തയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, സമസ്തയിൽ വിഭാഗീയത ഉണ്ടാക്കിയ, സമസ്തക്കതിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകള് മലപ്പുറത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി എന്താ നേതാവ് പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയുമോ? അന്ന് ഐക്യമാണ് പാണക്കാട് തങ്ങൾ പറയുന്നത്, മുസ്ലിം ലീഗിന്റെ ഭാഗത്തും ഐക്യമാണ് പറയുന്നത്. KS അബ്ദുള്ള സാഹിബിനെ പോലത്തെ ആളുകൾ ഐക്യത്തിന്റെ താരാട്ടുപാട്ടുമായി നടന്നു നീങ്ങുകയാണ്. എല്ലാ മനുഷ്യരും ഐക്യത്തെ കൊതിക്കുമ്പോ മലപ്പുറത്ത് AP വിഭാഗം സംഘടിപ്പിച്ച, വിഘടിത സുന്നികൾ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നിങ്ങൾക്കറിയുമോ എന്താ പറയുന്നത്? ഐക്യത്തിന്റെ പേര് പറഞ്ഞ് മസ്ലഹത്തിന് വേണ്ടി കടന്നു വരുന്ന ആളുകളോട് നമ്മുടെ നേതാക്കൾ പറഞ്ഞത് മയ്യത്ത് കട്ടിലുമായി വന്നാൽ മതി എന്ന. നിങ്ങൾക്കറിയുമോ അത്? നിങ്ങൾക്കറിയുമോ? അന്ന് സമസ്ത ഐക്യത്തിന്റെ പാട്ട് പാടിയപ്പോ, പാണക്കാട് സാദാത്തുക്കൾ പറഞ്ഞപ്പോ, മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ, കേരളത്തിൽ ആരൊക്കെയാണോ ഐക്യത്തെ കൊതിക്കുന്നത് അവര് മുഴുവനും ഐക്യമെന്ന് പറഞ്ഞപ്പോ 1995 ഇതേ കാന്തപുരം വിഭാഗം എന്ന് പറഞ്ഞത് ഞങ്ങൾ മുമ്പിലേക്ക് ഐക്യം പറഞ്ഞു വരികയാണെങ്കിൽ മയ്യത്ത് കട്ടിലുമായി വന്നാൽ മതി, അഥവാ മരിച്ചാലും ഐക്യത്തിന് തയ്യാറല്ല എന്നർത്ഥം. എന്തിനാണ് ഇത് പഠിപ്പിച്ചത്? എന്തിനാ ഇത് പറഞ്ഞത്? ചോദിക്കട്ടെ, ഈ മഞ്ചേരി അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് കനത്ത പരാജയം സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് സമ്മതിക്കാൻ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതൃത്വം തന്നെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഈ കടന്നുപോയ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം കൂട്ടായ്മ രൂപപ്പെട്ടു വരാനുള്ള ഒരു ശ്രമം, സ്വാശ്രയ കോളേജിന്റെ വിഷയത്തിലും മറ്റുമായി ഈ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഒരു സമുദായ കൂട്ടായ്മ എല്ലാ സംഘടനകളെയും വിളിച്ചല്ലോ. എല്ലാ
സംഘടനകളെയും വിളിച്ചപ്പോ നിങ്ങൾ ഓർക്കണം, AP വിഭാഗത്തിൽ നിന്നും ഒരാളെ വിളിച്ചു. അങ്ങനെ ഹുസൈൻ രണ്ടത്താണ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൽ പങ്കെടുത്തു. മുസ്ലിമീങ്ങളാകുന്ന മുഴുവൻ ആളുകള് APK മുജാഹിദ് സുന്നി വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷിച്ചു. എന്താ, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചിരിക്കാൻ തയ്യാറാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചന്ദ്രിക ദിനപത്രത്തിൽ പ്രത്യേകമായി എഡിറ്റോറിയൽ വരെ എഴുതി മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വരുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്. പക്ഷേ പിറ്റേ ദിവസം സിറാജ് പത്രം എന്താ എഴുതിയത്? മുസ്ലിം കൂട്ടായ്മയുമായി സുന്നികൾക്ക് ബന്ധമില്ല എന്ന് പ്രത്യേകമായി അവർ എടുത്തെഴുതി. ഞങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പറഞ്ഞല്ലോ. ഒരു കാരണവശാലും ലീഗിന്റെ കൂടെ സഹകരിക്കില്ല എന്ന വാശി പിടിച്ചല്ലോ. മുജാഹിദുകളെ പരാജയപ്പെടുത്തണം, വിദ്യാർത്ഥിക്കാരെ പരാജയപ്പെടുത്തണം എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നടക്കുന്ന ആളുകളോട് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ കോഴിക്കോട് 2 സീറ്റിൽ മത്സരിച്ചതാരാ? 2 ഭാഗത്തും ഇടതും വലതും 2 മുജാഹിദ. അപ്പൊ 2 മുജാഹിദായാൽ ആർക്കാ വോട്ട് ചെയ്യുക? സുന്നിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ ആർക്കാ വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ഔദ്യോഗിക പത്രത്തിൽ ആധികാരിക നേതാവിന്റെ മറുപടി വന്നു. എന്താ? 2 സ്ഥാനാർത്ഥി അഥവാ ഇടതും വലതും മുജാഹിദായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നോക്കേണ്ടത് ഈ 2 മുജാഹിദ് അല്പം കടുപ്പം കൂടിയ മുജാഹിദുണ്ട്, അഥവാ ലീഗിലെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അത് അല്പം കടുപ്പം കൂടിയതാണ്. അതുകൊണ്ട് അപ്പോഴും ലീഗിന് വോട്ട് കൊടുക്കാൻ പറ്റൂല. ലീഗിന് വോട്ട് കൊടുക്കാൻ പറ്റില്ല. AP വിഭാഗത്തിന്റെ വോട്ടുകളേക്കൊക്കെ പോസ്റ്റ് വഴി അയച്ചു കൊടുത്ത കുറിപ്പ്, ആ കുറിപ്പിൽ വ്യക്തമായി എഴുതിയല്ലോ, ഇവിടെ കള്ള് ബില്ല് പാസ്സാക്കിയത് മുസ്ലിം ലീഗാണ്, പലിശക്ക് കൂട്ടു നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്, സ്ത്രീകൾ രംഗത്തേക്ക് ഇറക്കിയത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞ മുഴുവൻ തെമ്മാടിത്തരം ലീഗിന്റെ തലയിന്നാ വരുന്നത്. അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെ 1991 ഇലക്ഷന്റെ സമയത്ത് അവർ വീട്ടിലേക്ക് അയച്ചു കൊടുത്തല്ലോ. ഇങ്ങനെ കടന്നുപോയ കാലങ്ങൾ മുഴുവനും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം ഒരു ഭാഗത്ത്, സമസ്ത ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക വേറെ ഭാഗത്ത്, മഹല്ലുകൾ ഭിന്നത ഉണ്ടാക്കുക ഒരു ഭാഗത്ത്. 2 പതിറ്റാണ്ട് കാലം മുസ്ലിം ഉമ്മത്ത് വല്ലാതെ വേദനിച്ചു പോയ ഈ വിഭാഗീയതയിൽ മാറി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി പൊതുവായ വിഷയത്തിൽ ഞങ്ങൾ കൂടിച്ചേരാൻ തയ്യാറാ. ഇനി വഖഫ് ബോർഡിലോ അതുപോലെ ഹജ്ജ് കമ്മിറ്റിയിലോ ഹജ്ജ് ഉദ്ഘാടന വേളയിലോ പള്ളി ഉദ്ഘാടന വേളയിലോ എവിടെയാവട്ടെ ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ കുഴപ്പമൊന്നുമില്ല. പൊതുവായ കാര്യത്തിൽ കൂട്ടുകൂടാമെന്ന് പറഞ്ഞു. മുമ്പ് മുതലക്കളം മൈതാനിൽ ശംസുലമ കൂട്ടുകൂടിയപ്പോ മുതലക്കളം മൈതാനിൽ ശരീഅത്ത് പ്രശ്നത്തില് മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ കൂടെ വലിയ സമ്മേളനം സംബന്ധിച്ചപ്പോ അതുവരെ തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ കൂടാമെന്ന് പറയുന്നു. പാണക്കാട് സാദാത്തുക്കളെ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ വേണമെന്ന് പറയുന്നു. മുസ്ലിം ലീഗിനുള്ള വിരോധങ്ങളൊക്കെ മാറ്റിവെക്കാമെന്ന് പറയുന്നു. ഈ രൂപത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് കാതോർക്കുന്നത് കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയിരുന്ന, ശംസുൽ ഉലമ നേതൃത്വം നൽകിയിരുന്ന, പാണക്കാട് സാദാത്തുക്കളുടെ നേതൃത്വം സമ്മതിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്ത്. രാഷ്ട്രീയ മേധാവട്ടെ, നമ്മുടെ കരുവാരക്കുണ്ട് ഭാഗത്ത് നിന്ന് പോയി നോക്കട്ടെ, കാളിക്കാവ് പള്ളിശ്ശേരി ഭാഗത്ത് പോയി നോക്കട്ടെ, എത്രയോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSSF-ന്റെ പതാക പിടിച്ചുകൊണ്ട് പാണക്കാട് സാദാത്തുക്കൾക്ക് മുന്നിൽ അണിനിരക്കുന്നവരാ. രാഷ്ട്രീയം, റോഡ്, തോട്, കരിമലക്കന്നം, എക്സ്പ്രസ് ഹൈവേ, ഇവിടുത്തെ സ്മാർട്ട് സിറ്റി പോലത്തെ വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പിണറായിയുടെ കൂടെയോ അച്യുതാനന്ദന്റെ കൂടെയോ രാഘവന്റെ കൂടെയോ ആരെ കൂടെയും നിൽക്കുക. പക്ഷേ മതത്തിന്റെ കാര്യം പറയുമ്പോൾ മാസം ഉറപ്പിക്കുന്ന വിഷയം അത് പിണറായി അംഗീകരിച്ചുകൊണ്ടല്ല, അത് പാണക്കാട് സാദാത്തുക്കള്, അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ, പരിശുദ്ധ ഖാദിമാര്. ശരിയായ മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ. ഇതേ അവസ്ഥയാണ് തിരിച്ചു വരാൻ പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ വ്യത്യസ്ത മഹല്ലത്തിലെ ആളുകളാ. ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഐക്യത്തിന് പരിപൂർണമായി സ്വാഗതം ചെയ്യുക. എന്നിട്ട് പരിശുദ്ധമായ ഈ ഐക്യത്തിന്റെ വഴിയിലേക്ക് കണ്ണിയത്ത് ഉസ്താദിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്ന, ശംസുലമക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്ന, പാണക്കാട് സാദാത്തുക്കളെ ആദരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ ഐക്യമാണോ? സ്ഥാനം ആർക്കും തരാം, ഇവിടെ സ്ഥാനം വേണ്ട. പരിശുദ്ധ മതത്തിന്റെ ആദരവ് നിലനിർത്തിയാൽ മതി, ആദർശത്തെ സമ്മതിച്ചാൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. 2-3 ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അണിനിരത്തിയിട്ട് നമ്മുടെ നായകന്മാർ, നമ്മുടെ നേതാക്കൾ ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് ഖുത്ബുസ്സമാൻ നഗരിയിൽ വെച്ച് ഈ വരുന്ന 12-13 തീയതികളിൽ സുന്നി മുസ്ലിം ഉമ്മത്തിന്റെ ഈ നയപ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. എവിടെയാണ് നാം നിൽക്കേണ്ടത്? ഏത് റൂട്ടിലാണ് നാം പ്രവർത്തിക്കേണ്ടത്? നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പത്രമാധ്യമങ്ങൾ കളിക്കുമ്പോൾ, അവർക്ക് പണം കൊടുത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ മാനസികമായ വിളയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് മുസ്ലിം ഉമ്മത്ത് നിൽക്കേണ്ടത് എന്ന് പക്വതയുള്ള ഒരു പണ്ഡിത നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വരുമ്പോൾ ആ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട്
دعوانا أن الحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أصلح الله أمور المسلمين، صرف الله شر المؤذين. اللهم كف عنا شر كل ذي شر يا رب العالمين. واغفر لنا وارحمنا ولوالدينا ولمن مات منا ولجميع المسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.